Hello everyone, welcome back to the channel. First of all, Food Vibes-ന്റെ എല്ലാ വ്യൂവേഴ്സിനും എ വെരി ഹാപ്പി ന്യൂ ഇയർ. 2021 ഫസ്റ്റ് വീഡിയോ ആണിത്. നമ്മുടെ ന്യൂ ഇയർ ഡിന്നറാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമുക്ക് ഈ കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒന്നും കാരണം വേറെ എവിടെയും ട്രാവൽ ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡിന്നറിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇത് ദോഹയിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലായ കെംപിൻസ്കിയാണ്. അവരുടെ തന്നെ ലക്ഷറി ഐലൻഡ് റിസോർട്ടാണ് കെംപിൻസ്കിയുടെ. ഏകദേശം ഒരു പാലസ് മോഡലിലാണ് അവർ ഈ ഒരു ഐലൻഡിൽ അവരുടെ റിസോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ബ്യൂട്ടിഫുൾ ഗാർഡനും അടിപൊളി ഒരു പാലസ് ആർക്കിടെക്ചറിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളും എല്ലാമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. നൈറ്റ് വ്യൂ പ്രത്യേകിച്ചും ഏകദേശം നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് എത്രമാത്രം അത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, എന്നാലും അങ്ങനെ അടിപൊളിയായിരുന്നു. കാണാൻ നല്ലൊരു പോസിറ്റീവ് വൈബുള്ളൊരു എന്താ പറയുക ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഏകദേശം ഒരു 7 റെസ്റ്റോറൻറ്റ്സിൻ്റെ അടുത്തുണ്ട്. അതിൽ ടൊറോ ടോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാൻ ലാറ്റിൻ അമേരിക്കൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഡിന്നറിന് വേണ്ടി പോയത്. ടൊറോ ടോറോയ്ക്ക് ബോത്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഡൈനിങ് സ്പേസ് ഉണ്ട്. ഇത് അവരുടെ ഇൻഡോർ ഡൈനിങ് ഏരിയ ആണ്. നല്ല സ്പേഷ്യസ് ആണ്. അതുമാത്രമല്ല വ്യൂ ആണ് അവരുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല വാട്ടർ ഫ്രണ്ട് വ്യൂ ആണ്. നൈറ്റ് ടൈം ആയാലും ഡേ ടൈം ആയാലും നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഇൻഡോർ ഡൈനിങ്, ബോത്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഡൈനിങ് ഏരിയയിലുള്ളത്. നമ്മൾ ഡിന്നറിന് പോയത് കൊണ്ട് നമുക്കൊരു നൈറ്റ് വ്യൂ ആണ് കിട്ടിയത്. ഒരു ഡേറ്റ് നൈറ്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ആംബിയൻസ് ആണ് നമുക്ക് ടൊറോ ടോറോയിലുള്ളത്. ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ടൊറോ ടോറോയിലെ ഞങ്ങളുടെ ന്യൂ ഇയർ ഡിന്നർ. നല്ല ആംബിയൻസ് അല്ലേ? വ്യൂ മാത്രമല്ല അവരുടെ ഫുഡും നല്ല ടേസ്റ്റി ഫുഡാണ്. നമ്മൾ ഓർഡർ ചെയ്തത് ഫസ്റ്റ് സ്റ്റാർട്ടർ സ്മോക്ഡ് ഗുവാക്കമോളയാണ്. അവക്കാഡോ മാഷ് ചെയ്ത് ഗുവാക്കമോള എല്ലാവർക്കും അറിയാം. നല്ല ടേസ്റ്റി ആയിരുന്നു. ടോർട്ടില ചിപ്സിൻ്റെ കൂടെ ഇത് ചിക്കൻ ടാക്കോസ് ആണ്. നല്ലൊരു ആപ്പിറ്റൈസർ ആയിരുന്നു ഇതും. ഒരു സോഫ്റ്റ് ഷെൽ ടാക്കോസ് ആണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചിക്കൻ ഷ്രെഡ് ചെയ്തിട്ട് ഒരു അലപ്പിനോ സാൽസയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു അതും. ഡ്രിങ്ക്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഞാനൊരു പാഷൻ ഫ്രൂട്ട് ലെമൺ മിൻറ്റാണ് ഓർഡർ ചെയ്തിരുന്നത്. അച്ചു അതേപോലെ ഒരു ക്രാൻബെറി ലൈം ജിഞ്ചർ ഒക്കെയുള്ള ഒരു ബെറിട്ടോ എന്ന് പറഞ്ഞിട്ടൊരു മോക്ടെയിലാണ് ഓർഡർ ചെയ്തത്. 2 ഡ്രിങ്ക്സും നല്ല റിഫ്രഷിംഗ് ആയിരുന്നു. പിന്നെ ഏട്ടൻ ഒരു ഇറ്റാലിയൻ ബിയറാണ് ഓർഡർ ചെയ്തത്. Picanha, ribeye, chicken and risotto. നമ്മൾ ഓർഡർ ചെയ്ത മെയിൻ കോഴ്സ് ഒരു പ്ലാറ്റർ ആയിരുന്നു. സ്റ്റേക്കും പിന്നെ ഗ്രിൽഡ് ചിക്കനും ലാം ചോപ്സും എല്ലാം ഉള്ളൊരു പ്ലാറ്റർ. ഞാൻ ഓർഡർ ചെയ്തത് ഒരു റിസോട്ടോ ആണ്. അതിൽ സ്ക്വിഡിങ് ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഒരുപാട് ആൻറ്റി മൈക്രോബിയൽ അതേപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ് സ്ക്വിഡിങ് എന്നാണ് പറയുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് പുളിയൊക്കെ ഉള്ള ഒരു നല്ലൊരു റിസോർട്ടോ ആയിരുന്നു ഞാൻ ട്രൈ ചെയ്തത്. La bomba with vanilla ice cream, strawberry ice cream, chocolate mousse, some mixed berries. Caramel sauce. And some mixed berries. Enjoy your dessert. Thank you. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഡിസേർട്ട് ലാ ബൊമ്പ. ഒരുപാട് ഫുഡ് വ്ളോഗേഴ്സിൻ്റെ എല്ലാം ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്.
ഇങ്ങനെ എന്താ പറയുക, ടേബിളിൽ ഒരു ഗ്ലാസ് ഷീറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ അവർ ഒരു ചോക്ലേറ്റ് ബൗളിലുള്ള ഐസ്ക്രീമും കാര്യങ്ങളും എല്ലാം കൂടെ കൊണ്ടിട്ടിട്ട് നമ്മൾ ആ അതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് കഴിക്കണം. അങ്ങനെയായിരുന്നു അത്. എന്താ പറയുക, ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. ഈ ഒരു സെർവിങ് മെത്തേഡ് എത്ര പേർക്ക് അത് ഇഷ്ടാവും എന്നറിയില്ല, പക്ഷെ സംഗതി അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ടോറോ ടോറോ? എക്സ്പീരിയൻസ് ഇത് ലാറ്റിൻ അമേരിക്കൻ അല്ല, മെക്സിക്കൻ ഉണ്ട്, ബ്രസീലിയൻ ഉണ്ട്, അർജന്റീനിയൻ ഉണ്ട്, എല്ലാം നല്ല ഫുഡ്. സ്റ്റേക്കൊക്കെ പെർഫെക്റ്റ്ലി കുക്ക്ഡ്. അതെ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തൊരു പ്ലാറ്റർ ആയിരുന്നു. ചിക്കൻ ഉണ്ടായിരുന്നു, ലാം ചോപ്സ് ഉണ്ട്, ബ്രസീലിയൻ സ്റ്റേക്ക് ഉണ്ടായിരുന്നു, പിന്നെ റിബായ് ഉണ്ടായിരുന്നു, പിന്നെ ഗ്രിൽഡ് പൊട്ടാറ്റോ ടൊമാറ്റോ. അതായിരുന്നു ഞങ്ങളുടെ മെയിൻ. പിന്നെ അമ്മ ഒരു റിസോർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. റിസോർട്ടും അടിപൊളി. അതിൽ ഷ്രിപ്പ് ഉണ്ടായിരുന്നു. ഭയങ്കര ഫ്രഷ്, മീൻസ് വയലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ബേസ്റ്റ് ആവും. കടിക്കുമ്പോൾ ഇങ്ങനെ ജ്യൂസി, അത്രയും ഫ്രഷ് ആയിരുന്നു. അപ്പോൾ നല്ല കിടു ഫുഡായിരുന്നു. പിന്നെ ആപ്പിറ്റൈസേഴ്സ് ആണെങ്കിലും ഞങ്ങളൊരു ഗോക്കമോളിയും പിന്നെ ചിക്കൻ ടാക്കോസുമാണ് പറഞ്ഞത്. അതിൽ ഗോക്കമോളി ആണെങ്കിലും അടിപൊളി, ഫ്രഷ് ആയിരുന്നു. ടാക്കോസ് ആണെങ്കിലും സൂപ്പറായിരുന്നു. പിന്നെ എൻ്റെ റിസോർട്ടിൽ സ്ക്വിഡിങ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. അത് നല്ല സ്ക്വിഡ് എന്ത് കുക്ക്ഡല്ലേ, ശരിക്കും സോഫ്റ്റ്, ഒരു സവാളയുടെ ഒരു നല്ല വഴറ്റിയ സവാള. കറുത്ത റൈസൊക്കെ കാണുമ്പോൾ നമ്മൾ ആകെ മീൻസ് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു മിസ്കൺസെപ്റ്റ് കിട്ടുവാണ്. ഡിസേർട്ട് ഒരു ബോംബായിരുന്നു അവസാനത്തെ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ അങ്ങനത്തെ ഡെസേർട്ട് കഴിക്കുന്നത്. ആരോ കയ്യിൽ നിന്ന് വീണുടഞ്ഞൊരു സാധനം അത് ടേബിളിൽ നിന്ന് വലിച്ചു വാരി തിന്നു എടുക്കുക. പക്ഷെ നല്ലൊരു കോൺസെപ്റ്റാണ്. എല്ലാം കൂടി നല്ല ടേസ്റ്റ് ആയിരുന്നു. ചോക്ലേറ്റ് ആയാലും ഐസ്ക്രീം ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാം സോസസും സോസിൻ്റെ ടേസ്റ്റ് ഉണ്ട്, ഐസ്ക്രീമിൻ്റെ സ്വീറ്റ്നെസ് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് ഫ്ലേക്സ് മാതിരി ഗ്രനോള മാതിരി ഓരോരോ ഇങ്ങനെ ക്രിസ്പി ബിറ്റ്സ് ഉണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. ബെറീസ് ഉണ്ടായിരുന്നു, അടിപൊളി. ഓവറോൾ ഒരു ഡ്രിങ്ക്സും അടിപൊളിയാണ്. ഞങ്ങൾ കുടിച്ചത് ഞാൻ ബെറീറ്റോ എന്ന് പറഞ്ഞിട്ടൊരു ബെറി ഫ്ലേവർ ഡ്രിങ്കും, പിന്നെ അമ്മ അൽറുവിയോ എന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസും ലെമണും പാഷൻ ഫ്രൂട്ടും എല്ലാം കൂടി രണ്ടും നന്നായിരുന്നു. പിന്നെ എൻ്റെ ഡ്രിങ്കും വേണ്ടതല്ലായിരുന്നു. നല്ല അടിപൊളി ഇറ്റാലിയൻ ബിയർ ആയിരുന്നു. ഡ്രിങ്കിങ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്, പക്ഷേ വൺസ് ഇൻ എ വൈൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഓവറോൾ ഒരു അടിപൊളിയാണ്. പിന്നെ പ്രൈസ് വൈസ് നോക്കണ്ട, എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇന്ന് ന്യൂ ഇയർ ആണ്. ഞങ്ങൾ ഈ വർഷം ഞങ്ങൾ എവിടെയും ട്രാവൽ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ റെസ്റ്റോറൻറ്റ്. നല്ല പൈസ ഭയങ്കര ഹൈ എൻഡ് ആണ്. പക്ഷെ നമ്മൾക്ക് മീൻസ് കഴിച്ച ഫുഡും അതിനനുസരിച്ച് നല്ല. നമുക്ക് ഇഷ്ടപ്പെടാത്തത് ആ പ്ലാറ്ററിലെ ചിക്കനാണ്. ആ ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കനിലൊരു ഫ്ലേവർ പക്ഷെ നല്ല. എനിക്ക് പക്ഷേ അതിൻ്റെ ചിക്കൻ്റെ സ്കിന്ന് ഭയങ്കര ക്രിസ്പി ആയിരുന്നു. അത് കാരണം ചിക്കൻ്റെ സ്കിന്ന് റോസ്റ്റ് ചെയ്തുകൊണ്ട് ചിക്കൻ്റെ കൂടെ കഴിക്കുമ്പോൾ എനിക്കത്ര വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷെ എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് പ്രത്യേകിച്ച് വലിയ ഫ്ലേവറൊന്നും. 8.5 9 out of 10 കൊടുക്കാം. നൈസ് ഫുഡാണ്. ഇനിയൊരു അടുത്ത വേറൊരു റെസ്റ്റോറൻറ്റ് റിവ്യൂ ആയിട്ട് കാണുന്നവരേക്കും ബൈ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.